പൊട്ടിയോ? ഇല്ല, സാധനം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും അതിരാവിലെ തന്നെ ഞങ്ങൾ അജുമാൻ അൽസോറയിലേക്ക് പോവുകയാണ് പുതിയൊരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. അതിരാവിലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം ഏകദേശം വെളുപ്പിനെ 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ദുബായിൽ നിന്നാണ് അജ്മാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം യാത്രയുണ്ട് ഞങ്ങൾ നിൽക്കുന്ന ജബൽ അലിയിൽ നിന്ന് അജ്മാനിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ചൂണ്ടകളും മറ്റുമൊക്കെ ഞങ്ങൾ തയ്യാറാക്കി അപ്പോൾ അതൊക്കെ നമ്മുടെ സ്പോട്ടിലേക്ക് നടക്കുകയാണ്. പതിവ് പോലെ തന്നെ ആ കല്ലിൻ്റെ മുകളിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം 1 കിലോമീറ്ററിന് അകത്തുണ്ടെന്നാണ് തോന്നുന്നത് എത്തണം നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ സ്പോട്ടിലെത്തി നമ്മൾ ചൂണ്ടയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂണ്ടയൊക്കെ റെഡിയാക്കി നമ്മൾ ചൂണ്ടയൊക്കെ എറിഞ്ഞിട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മീൻ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ചേട്ടനാണെങ്കിൽ വന്നിട്ട് ആദ്യത്തെ ഒരു മീൻ ചെറുതരണം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലടാ, നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ മീനാന്ന് നോക്കാം. പറക്കോടയാണ്. പൊട്ടിയോ? ഇല്ല, സാധനം അതൊക്കെ എടുത്താൽ മതി. ഒരു ബാർക്കോട ഓടട്ടെ അവൻ കളിച്ചോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിതാ ഒരു ചെറിയ മീൻ അടിച്ചിട്ടുണ്ട്. വലുതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ചെറിയ ഒരെണ്ണം. വാ, അടിപൊളി. കാണിച്ചേ നമുക്കിത് കേട്ടോ, നല്ലൊരു ബാർക്കോട അടിച്ചിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കൾ, ഇതാണ് നമുക്ക് അടിച്ച ആദ്യത്തെ മീൻ കേട്ടോ. അപ്പോൾ നമ്മൾ പിടിച്ച ബാർക്കോട കേട്ടോ. സാധനം കണ്ടോ? പൊളി. അപ്പോൾ നമ്മുടെ വേറൊരു ചേട്ടന് നമ്മുടെ ഒരു ഇതേപോലെ തന്നെ നല്ലൊരു മീൻ അടിച്ചിട്ട് അപ്പോൾ പൊട്ടിച്ചിട്ട് പോയെന്ന് പറഞ്ഞ ചൂണ്ട. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത അടിക്കാൻ പോവാണ്. അപ്പോൾ അജ്മാനിലെ അൽസോറയിലെ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെ 5 മണി തൊട്ട് ഒരു 7 മണി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ജിഗ്ഗിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വലിയ ഹെവി ആയിട്ടുള്ള ബാർക്കോഡുകളും അതുപോലെ തന്നെ കിങ് ഫിഷും ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒത്തിരി നേരവും നമുക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അടുത്ത മീനും അടിച്ചിട്ടുണ്ട്. കളിച്ചോട്ടെ. അടുത്ത നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. സെറ്റ് സാധനം. അടിപൊളി ഒരു ബാർക്കോട. സത്യം പറഞ്ഞാൽ നമുക്ക് 2 സൈഡിലും അടിച്ചിട്ടുണ്ട് കൂട്ടുകാർ. ഇവിടെ നമുക്കിതാ ഇവിടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, അപ്പുറത്ത് നമ്മുടെ സുല്ലിയേട്ടനും അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബാർക്കോട നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു മീനാണ് കേട്ടോ. അടിപൊളി ഐറ്റം. സുല്ലിയേട്ടന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. സുല്ലിയേട്ടന് ഒരെണ്ണം കിട്ടി, വീണ്ടും ഒരെണ്ണം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സുല്ലിയേട്ടൻ സാധനം ഉണ്ടോ? സാധനം ഉണ്ടല്ലേ, പോയിട്ടില്ല. ഓഹോ, അടുത്ത ബാർക്കോട. പൊളി ഐറ്റം. സൂര്യനൊക്കെ പതുക്കെ ഇങ്ങനെ പൊങ്ങി ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ആളുകൾ ഈ അൽസോറയിൽ ഈ സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫിഷിങ്ങിന് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് പറക്കോട മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ചെറിയ മീനുകൾ, നമുക്ക് ഒരുപാട് നല്ല ചെറിയ മീനുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഒരുപാട് ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ പിടിച്ച് കയറ്റുന്നുണ്ട്.
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചേറെ മീൻ കിട്ടിയതാണ്. നമുക്ക് കിട്ടിയതിലെ ഏറ്റവും നല്ല മീനുകൾ ഇതാണ്. നല്ലൊരു പാർക്കട നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല വലുത്. പിന്നെ അതിൻ്റെ ഒരു ഇടത്തരം, പിന്നെ അങ്ങനെ 3-4 മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ പറയാം. അപ്പം വീണ്ടും നമുക്ക് ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ കൂട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം രാവിലെ 10 മണിയായി. നല്ല വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇവിടെ ചേർത്ത് കാണുക. തൽക്കാലം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.